ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. ഇന്ന് നമ്മൾ നിസ്സാൻ GT-R V സ്പെക്ക് എന്ന് പറഞ്ഞൊരു മോഡലുകൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു എഡിഷൻ തന്നെയാണ്. നമ്മുടെ ഈ ഒരു സ്കൈല് നമ്മുടെ പോൾ വാക്കറിൻ്റെ സീൻ സാധനം തന്നെയാണ് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇവൻ നമ്മൾ ട്യൂൺ ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത് ഗൈസ്. ഇതുവരെയായിട്ട് എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മൾ വണ്ടി ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇത് ടോപ്പ് സ്പീഡ് എത്ര എന്നറിയാം. നമ്മൾ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, എന്തായാലും പോയി നോക്കുക ഗൈസ്. എന്തായാലും ഈ ഗെയിമൊക്കെ ഫ്രണ്ട്സ് കളിക്കുന്നുണ്ട്, ഉറപ്പായിട്ടും പറഞ്ഞു കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് ഒന്നിച്ച് കളിക്കാൻ നോക്കാം ഗൈസ്. ഏതെങ്കിലും വണ്ടിയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് മാക്സിമം നമ്മൾ കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. ഈയിടെ ഒരാൾ പോർഷ പറഞ്ഞ് നമ്മളത് പോർഷ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നേരത്തെ ഒരാൾ ബുഗാട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബുഗാട്ടി നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ വീഡിയോ അധികം താമസിക്കാതെ തന്നെ വരും ഗൈസ്. എന്തായാലും കൊള്ളാം. നമുക്കിനി നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകണം ഗൈസ്. ട്രാക്കിലേക്ക് ഏകദേശം 10.2 കിലോമീറ്റർ ഉണ്ട് ഗൈസ്. ഈ ഒരു മരം കൊള്ളാമല്ലേ, എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. പക്ഷേ എനിക്ക് എന്താ പറയുക, നമ്മളെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ സുപ്രയാണോ ട്യൂണിങ്ങിന് ഇഷ്ടപ്പെട്ടത്, നിസാനാണോ ട്യൂണിങ്ങിന് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സത്യം പറയട്ടെ, എനിക്ക് സുപ്ര ഇഷ്ടപ്പെട്ടെ. കാരണം നിസാന് ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര ആയിട്ടില്ല. എനിക്ക് ആ ഒരു എന്താ പറയുന്നത്, എനിക്ക് ആ ഒരു ഇത് കിട്ടിയിട്ടില്ല ഗൈസ്. ഈ ഒരു വണ്ടി ട്യൂൺ ചെയ്ത് എനിക്ക് ആ ഒരു നമുക്കൊരു സാധനം വരുമല്ലോ, ഇത് മതി, ഈ സാധനം മതി എന്നുള്ള ഗൈസ്, എനിക്കത് വന്നിട്ടില്ല. എനിക്ക് എന്തൊക്കെയോ ഇതായിട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. എന്തായാലും കൊള്ളാം. നമുക്ക് നേരെ നമ്മുടെ ട്രാക്കിലേക്ക് പോകാം ഗൈസ്. ട്രാക്കിലേക്ക് ഏകദേശം ഇനി 9.4 കിലോമീറ്ററുകളുണ്ട് ഗൈസ്. ഞാൻ ഒന്നുകൂടെ പറയണം, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇന്നത്തെ ഓൺലൈൻ പ്ലേയേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് ഓൺലൈൻ പ്ലേയേഴ്സുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ മര്യാദയ്ക്ക് കളിക്കത്തുള്ളൂ ഗൈസ്. നമ്മൾ ഇതിനകത്ത് ഈ വണ്ടി അത്യാവശ്യം എല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എൻജിന്, ടെർബോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ഗൈസ്, വേറെ ടയറും കാര്യങ്ങളും നമുക്ക് ഹാൻഡിലിംഗ് ഒക്കെ ഇച്ചിരി ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു ചെറിയൊരു റോഡ് ഇച്ചിരി സ്ലിപ്പി ആയിട്ട് കിടക്കുകയാണ് ഗൈസ്. അത് സാരമില്ലെന്ന് തോന്നുന്നു. നമുക്ക് വണ്ടിക്ക് അത്യാവശ്യം ഗൈസ്, വണ്ടി അത്യാവശ്യം 300 കയറും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഗൈസ്. 300 കയറുമായിരിക്കും. 300 കയറേണ്ടതാണ് ഗൈസ്. ഇവൻ്റെ ഈ വണ്ടിക്കൊക്കെ എന്ത് പവറാണെന്നറിയാം ഗൈസ്. നമ്മൾ അതുമായിട്ട് പിടിക്കുന്നില്ല കേട്ടോ ഗൈസ്. കാരണം നമ്മൾ പെയ്യാണ് പോകുന്നത്. നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നുമല്ല. അത്യാവശ്യം നല്ല സ്പെക്കുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരുത്തനാണ് ഇപ്പോൾ പോയത്. അവൻ്റെ ആ വണ്ടിയും അത്യാവശ്യം നല്ല റേറ്റുള്ളൊരു വണ്ടി തന്നെയാണ് ഗൈസ്. പക്ഷേ ആ വണ്ടീൻ്റെ കിടപ്പുണ്ട് ഗൈസ്. എൻ്റെ ആ വണ്ടി കിടപ്പുണ്ട്, വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അത് കൊണ്ടുവരാം ഗൈസ്. ആ വണ്ടീൻ്റെ കിടപ്പുണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്, എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് പറ്റിയില്ല എൻ്റെ ഗൈസ്. നമുക്ക് ഇനി ഏകദേശം ഒരു 6 കിലോമീറ്ററുണ്ട് ഗൈസ്. നമുക്ക് ഈ ട്രാക്കിൽ ഇത് എത്ര കിലോമീറ്റർ അവസാനം അടിക്കുമെന്ന് എനിക്കൊരു പിടിയില്ല ഗൈസ്. എൻ്റെ ഒരു ഊഹം ഏകദേശം ഒരു 300 വരെയൊക്കെയാണ് ഗൈസ്. ഏകദേശം 300 വരെയൊക്കെയാണ് നമ്മുടെ പവർ എനിക്ക് തോന്നിയിട്ടുള്ള അത്രയാണ് ഗൈസ്. നമുക്ക് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം, അല്ലാതെ എന്ത് പറയാം ഗൈസ്. നമ്മുടെ വണ്ടി അത്യാവശ്യം കൺട്രോളൊക്കെ പോയി ഗൈസ്. നിസാൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ സ്റ്റിയറിങ്ങിലൊക്കെ ഉണ്ട്. ഈ ഗെയിമിൽ നല്ല ഡീറ്റെയിലിങ് കാര്യങ്ങളുണ്ട് ഗൈസ്. അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നൈസ് ഗെയിമാണ് ഗൈസ്. ഇത് സത്യം പറയാലോ, ഈ ഒരു ഗെയിം അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഗൈസ് സ്റ്റീം എടുക്കുക. സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം അഫോർഡബിളായിട്ട് പ്രൈസ് ചെയ്യാം. സത്യം പറയാലോ, ഞാൻ 250 രൂപയ്ക്കാണ് ഗൈസ് ഈ ഒരു ഗെയിം വാങ്ങിച്ചത് ഗൈസ്. ഇതിൻ്റെ 5 ഇറങ്ങി എന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഗൈസ് എനിക്ക് വില കുറഞ്ഞ് കിട്ടി. എൻ്റെ ലാപ്പിലുള്ള സ്പെക്കും ഇതും തമ്മിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഗൈസ് ഞാൻ ഈ ഒരു ഗെയിം വാങ്ങിച്ചത് ഗൈസ്. ഇതിൻ്റെ 5-ന് ഇപ്പോഴും നല്ല റേറ്റാണ്. പിന്നെ 4-ന് റേറ്റ് കുറവെന്നൊന്നും അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല ഗൈസ്. ഇടയ്ക്കത്തെ സമയത്തൊക്കെ നല്ല റേറ്റാണ് ഈ സാധനത്തിന്. അങ്ങനെയൊന്നും ഇത് ഇറങ്ങില്ല. ഇതാണ് ഗൈസ് നമ്മൾ വണ്ടി ഇടിച്ച് ഗൈസ്. വണ്ടി നൈസായിട്ട് സ്ക്രാച്ച് ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും കൊള്ളാം ഗൈസ്. നമുക്ക് നേരെ വിടുക ഗൈസ്. നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി, ഈ ഒരു ഗെയിമിൻ്റെ വില
അങ്ങനെയൊന്നും ഗൈസ് ഇറങ്ങത്തില്ല. അതിന് ഒരു സമയമൊക്കെ ഉണ്ട് ഗൈസ്. ഒരു സമയത്തൊക്കെ അത്യാവശ്യം നല്ല 250, 300 ആ ഒരു റേഞ്ചിലൊക്കെ നമ്മുടെ വണ്ടി കിട്ടും ഗൈസ്. അതൊന്നും സീനൊന്നുമില്ല. ആ ഒരു റേഞ്ചിലൊക്കെ നമ്മുടെ വണ്ടി കിട്ടും. ഈ വണ്ടിയിലല്ല ഗൈസ്, ഈ ഒരു ഗെയിം തന്നെ നമുക്ക് കിട്ടും ഗൈസ്. ഇത് സ്റ്റീമിലാണ് ഗൈസ് ഈ ഒരു ഗെയിം നമുക്ക് കിട്ടുന്നത് ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് ഈ വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഗൈസ്. അതുവഴി നമ്മൾ ഗൂഗിൾ പേ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ സ്റ്റീമിൻ്റെ മറ്റേ കാർഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതുവഴി നമുക്ക് എന്താ പറയുക ഗിഫ്റ്റ് കാർഡ് സംഭവം വാങ്ങിച്ചിട്ട് പൈസ ആഡ് ചെയ്തിട്ട് സുഖമായിട്ട് നമുക്ക് ഗെയിം വാങ്ങാൻ പറ്റുന്നതാണ് ഗൈസ്. ലാപ്ടോപ്പ് ഗെയിംസ് ഗൂഗിൾ പേ ഉള്ളവരാണെങ്കിൽ സുഖമായിട്ട് വാങ്ങാൻ പറ്റും. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സൈറ്റ് തന്നെയാണ്. ഒരു സീനും ഇല്ലാത്തൊരു സൈറ്റ് തന്നെയാണ് ഗൈസ്. ഒന്നുമില്ല, ഗൂഗിൾ പേ എടുക്കുക, സ്കാൻ ചെയ്യുക, നമ്മൾ സ്റ്റീം എടുക്കുക, സ്കാൻ ചെയ്യുക, നമ്മൾ അതിനകത്ത് വേണ്ട സാധനം കറക്റ്റ് പൈസ കൊടുത്ത് വാങ്ങുക. പിന്നെ നമ്മൾ സ്റ്റീം എടുക്കുക, ബാക്കി കാര്യങ്ങൾ വേണ്ട ഏതായിരുന്നു ആ ഗെയിം എടുക്കുക, ആ പൈസക്കുള്ള ഉണ്ടെങ്കിൽ വാങ്ങിച്ചോ ഗൈസ്. അങ്ങനെയാണ്. എൻ്റെ ഒരു 39 രൂപ എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട് സ്റ്റീമിൻ്റെ. ബാക്കി വന്നു ചിലപ്പോൾ ഗൈസ് ബാക്കിയൊക്കെ വരും, ചിലപ്പോഴൊക്കെ നല്ല കറക്റ്റ് പൈസയൊക്കെ ആയിരിക്കും ഗൈസ്. എന്തായാലും കൊള്ളാം. നമ്മൾ ട്രാക്കി വന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ എക്സോസ്റ്റ് സൗണ്ട് ഇതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത് ഗൈസ്. അതാണ് നമ്മളങ്ങനെ കേട്ടത് ഗൈസ്. ഈ ഒരു സാധനം ഈ ഒരു സാധനമാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഗൈസ്. സെക്കൻഡ് ഗിയർ 100 ഗൈസ്, തേർഡ് ഗിയർ 150 ഗൈസ്, ഫോർത്ത് ഗിയർ 209 ഗൈസ്, ഫിഫ്ത്ത് ഗിയർ 270. ഓ ഗൈസ്, ഫിഫ്റ്റിലൊന്ന് താഴ്ന്നു കേട്ടോ വണ്ടി. ഇതേപോലൊന്നും കയറുന്നില്ല ഗൈസ്. 300 കയറി കേട്ടോ. 330 ആയി ഗൈസ്. 340 ഗൈസ്. 350 അടിക്കുമോ? 50 അടിക്കുമായിരിക്കുമല്ലേ? 50 അടിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 50. ഓ ഗൈസ്, കഷ്ടിച്ച് 350 അടിച്ചിട്ടുണ്ട് ഗൈസ്. അല്ലാതെ വേറെ ഒന്നും തന്നില്ല. കഷ്ടിച്ച് 350 അടിച്ചിട്ടുണ്ട്. പക്ഷേ ഗൈസ് അത്രയും പവറേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഗൈസ് സത്യം പറയാൻ ഇഷ്ടപ്പെട്ടില്ല. വണ്ടി ട്യൂൺ ചെയ്തത് ഞാൻ തന്നെയാണ് ഗൈസ്. ട്യൂൺ ചെയ്തത് ഞാൻ തന്നെയാണ്, എൻ്റെ ട്യൂണിങ് തന്നെയാണ് ഗൈസ്. പക്ഷേ എന്താ വേറെ ചില ട്യൂണിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. എൻ്റെ ട്യൂണിങ് തന്നെയായിരുന്നു ഗൈസ്. അത് 400 കിലോമീറ്ററൊക്കെ അത്യാവശ്യം കയറായിരുന്നു ഗൈസ്. എന്തായാലും കൊള്ളാം. നമുക്ക് നേരെ ഇനി നമ്മുടെ റിംഗ് റോഡിലേക്ക് പോകാം ഗൈസ്. അവിടെ സിനിമയാണ് ഗൈസ്. ഓൺലൈനിൽ കൂടെ പ്ലേയേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. മൈക്കൊക്കെ ഓണാക്കി കളിക്കാനൊക്കെ പറ്റും ഗൈസ്. ഞാൻ പക്ഷേ അങ്ങനെ കളിക്കത്തൊന്നുമില്ല. അതൊക്കെ ഏതെങ്കിലും CBSE പിള്ളേരോ വല്ല വെളിയിലുള്ള വല്ല അവരാണെങ്കിൽ ഞാനൊക്കെ എന്തോ പറയും ഗൈസ്. എന്തായാലും കൊള്ളാം. ഇതാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഗൈസ്. എന്തായാലും കൊള്ളാം. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പറയാം, നമ്മൾ മാക്സിമം ഒന്നിച്ച് കളിക്കാം. പിന്നെ ഗൈസ് ഏതെങ്കിലും വണ്ടിയാണ് ജസ്റ്റ് നമ്മൾ കമൻറ്റ് ചെയ്യുക, നമ്മളത് കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. ഇയാളെ ഒരുത്ത സുപ്രാൻ പോട്ടെ പോർഷെ പറയാം, അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ട്, എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും നമ്മുടെ കൂടെ കൂടുക, ഒന്നിച്ച് പവറായിട്ട് വരാം. ഓക്കെ, ബായ്.